യഥാസമയം നികുതി പിരിച്ചെടുക്കുന്നില്ല എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നികുതി ചോർച്ച തടയാൻ വേണ്ടി സത്വര നടപടികൾ സ്വീകരിക്കും. തീർച്ചയായിട്ടും ഞാനത് നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ പറയുന്നത് സി ന്യൂസിലൂടെ ഒക്കെ പറയുന്നത്, ആരെങ്കിലും ഈ ചർച്ച കേൾക്കുന്നവർ ഇവിടെ നികുതി അടയ്ക്കാൻ വേണ്ടി ബാക്കിയുണ്ടെന്നുണ്ട് എത്രയും പെട്ടെന്ന് കൊണ്ട് അടയ്ക്കണം. കോർപ്പറേഷനിലെ വരുമാനം വർദ്ധിപ്പിച്ചാൽ മാത്രമേ മറ്റു കാര്യങ്ങൾ നടക്കുകയുള്ളൂ. മാത്രമല്ല, കോർപ്പറേഷന് കിട്ടേണ്ട പണം സമയബദ്ധമായി കിട്ടിയേ പറ്റുള്ളൂ. അതിൽ ഒരു വളഞ്ഞ വഴി അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. പരിശോധിച്ച് തന്നെ ആക്ഷൻ എടുക്കും. 50 സീറ്റുകൾ BJP കിട്ടി. കേവല ഭൂരിപക്ഷത്തോടുകൂടി സ്വതന്ത്രൻ്റെ പിന്തുണയോടുകൂടി 51 സീറ്റുകൾ നേടി ഇപ്പോൾ BJP സത്യപ്രതിജ്ഞ ചെയ്ത് മേയറായി അധികാരത്തിലേറിയിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായും ഈ 101 വാർഡുകളിലും ഒരേ രീതിയിലുള്ള വികസനം കൊണ്ടുവരുന്നതിന് ഉള്ള ലക്ഷ്യം തന്നെയായിരിക്കും ഉള്ളത്. അതിലൊരു വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം കൃത്യമായിട്ടുണ്ടാകും. അല്ല, അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമല്ലേ തിരുവനന്തപുരം മുന്നോട്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ജയിക്കാത്ത 50 വികസന അനന്തപുരി, വികസിത അനന്തപുരി എന്നുള്ള ഒരു BJP ജയിക്കാത്ത 50 വാർഡുണ്ടല്ലോ. മാറാത്തത് മാറുമെന്ന് പറയുമ്പോൾ മാറാത്തത് മാറാത്ത ഞങ്ങൾ മാറ്റിയല്ലോ. അപ്പോൾ ഇനിയും മാറാത്ത പ്രശ്നങ്ങൾ, മാലിന്യം ഞങ്ങൾ മാറ്റും, തെരുവുനായ്ക്കളെ മാറ്റും. അതായത് BJP ജയിക്കാത്ത 50 വാർഡുകളെ കൂടി ചേർത്ത് പിടിച്ചാൽ മാത്രമല്ലേ ഇപ്പോൾ സ്വതന്ത്രരെ ജയിച്ചാൽ അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമില്ല. ചേർത്ത് പിടിച്ചാൽ മാത്രമല്ലേ തിരുവനന്തപുരം വികസിച്ചു നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് 50-ൽ നിന്ന് 70-ലേക്കോ 80-ലേക്കോ ആക്കാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും. അപ്പം താങ്കൾ തന്നെ ഇപ്പോൾ 80 എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇപ്പം തന്നെ സമൂഹത്തിലുണ്ടായ മാറ്റമാണ് സൂചിപ്പിക്കുന്നത്.